يقول الحمد لله انا انقذت الناس، انقذت ارواح بريئه من هالمجرمين هالقتله. يعني معنوياته عاليه الحمد لله. الحمد لله لما انطلق طوبي. ഓസ്ട്രേലിയയിൽ മരിച്ച ആളുകൾ ജൂതന്മാരാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ അവരെ കൊന്നിട്ടുള്ളത് 2 പാകിസ്ഥാനി മുസ്ലിം തീവ്രവാദികളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഇതിന്റെ ഇടയിൽ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായിട്ട് ഈ തോക്കുധാരികളുടെ അടുത്ത് തോക്ക് പിടിച്ചു വാങ്ങി ഒരുപാട് ആൾക്കാരുടെ ജീവൻ രക്ഷിച്ചിട്ടുള്ള ആളുടെ മതം ഏതാണെന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യുന്നത്. ഒരുപാട് ചർച്ചകളുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. ലോകത്തിലെവിടെ ഈ ചർച്ച കണ്ടിട്ടില്ല. ഈ ചർച്ച കാണുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ പ്രത്യേകിച്ച് നമ്മുടെ മലയാളി ഗ്രൂപ്പിന്റെ ഇടയിലാണ്. അപ്പൊ എന്തിനാണ് ഇത്ര വലിയ ചർച്ച എന്ന് നോക്കുമ്പോൾ ഇത് മുസ്ലിമാണ്, അഹമ്മദ് മുസ്ലിമാണ് എന്നും പറഞ്ഞിട്ട് ഒരു വിഭാഗം മുസ്ലിങ്ങളുണ്ട്. ഇനി അതല്ല, അത് പേര് മാത്രമാണ്, കാരണം ഒരു ലെബനോൻ ക്രിസ്ത്യാനിയാണ്, അവിടെയൊക്കെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇതേ പേരിടാറുണ്ട് എന്നും പറഞ്ഞിട്ട് കാസ പോലത്തെ ചില ക്രിസ്ത്യൻ തീവ്രവാദി സംഘടനകൾ വന്നിട്ടുണ്ട്. പിന്നെ ഹിന്ദു തീവ്രവാദി സംഘടനകളായിട്ടുള്ള സംഘപരിവാർ ഹാൻഡിലുകളും ഒക്കെ ഇത് മുസ്ലിം അല്ല ക്രിസ്ത്യൻ ആണെന്നും പറഞ്ഞു വന്നിട്ടുണ്ട്. ഇതിൽ ഒരുപാട് മുസ്ലിങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ പറഞ്ഞ തീവ്രവാദത്തിനെതിരെ അല്ലെങ്കിൽ തീവ്രവാദത്തിനെതിരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ഒരുപാട് മുസ്ലിങ്ങളുള്ള നാടാണ് നമ്മുടെ നാട്. ലോകത്തിലെവിടെയും മൊത്തം മുസ്ലിങ്ങളും തീവ്രവാദികളായിരുന്നെങ്കിൽ ഇപ്പം ഇന്ന് ലോകം ഉണ്ടാവില്ലായിരുന്നല്ലോ അല്ലേ. എല്ലാവരും ലോകം തന്നെ ചുട്ടരിച്ച് തീർത്തേനെ. അപ്പം അത് നടക്കാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് മുസ്ലിങ്ങൾ ഇതെങ്ങനെങ്കിലും ഒരു മുസ്ലിം ആവണേ, അതല്ലെങ്കിൽ ഇസ്ലാമോഫോബിയ പറഞ്ഞിട്ട് മൊത്തം മുസ്ലിങ്ങളെ ഈ പറഞ്ഞ ഹിന്ദു തീവ്രവാദികളും ക്രിസ്ത്യൻ തീവ്രവാദികളും മുദ്ര കുത്തും എന്നുള്ള പേടി കൊണ്ട് ഇവന്മാരും ഇതിന്റെ പിന്നാലെ നടക്കുകയാണ്. ഇത് മുസ്ലിമാണ് എന്നും പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിൽ പോയിട്ട് കമന്റ് ഇടാനും പല സ്ഥലങ്ങളിൽ പോയിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്ന കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതിന്റെ കാരണം ഇത് മാത്രമാണ്. അതായത് കൊന്നത് ഒരു ഇസ്ലാം തീവ്രവാദി ആയെന്ന്, ഒരു ഇസ്ലാം റാഡിക്കൽ തീവ്രവാദി ആണ് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അതിനെതിരെ അങ്ങനെയല്ല, എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയല്ല, ഒരുപാട് ഒരു 100-ൽ 99% നല്ലവരും 1% ആൾക്കാരുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതെല്ലാ മതത്തിലും ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും രക്ഷിച്ചത് ഒരു മുസ്ലിം തന്നെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ മുസ്ലിങ്ങൾ ഈ പറഞ്ഞ ബദ്ധപ്പാടൊക്കെ പെടുന്നത്. സത്യത്തിൽ ഇതാരാണ് എന്താണെന്നുള്ളത് ഇപ്പം പല ഇന്റർനാഷണൽ മീഡിയാസിലും വന്നു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് പറയാം, അത് നമുക്ക് കാണിക്കാം ഇതെന്താണ് എന്നുള്ളത്. ഇതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഈ പേരിൽ ഞങ്ങളെ പേടിച്ച്, അല്ലെങ്കിൽ ഈ പേരിൽ ഈ പറഞ്ഞ ഒരു പാകിസ്ഥാനിൽ പോയിട്ടുള്ള തീവ്രവാദികൾ അവിടെ ചെന്ന് ഈ പരിപാടി കാണിച്ചതിന് മൊത്തം മുസ്ലിങ്ങളെ പ്രതി ചേർക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടും പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ മുസ്ലിങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്നത്. കാരണം വേറെ ഒന്നുമല്ല. ഇപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇന്നലെ തന്നെ പെഹൽഗാമിലെ ആൾക്കാരെ തുണി അഴിച്ച് നോക്കി ആളെ എടുത്തു കൊന്ന പോലെ തന്നെ നമ്മുടെ ഉത്തരേന്ത്യയിൽ ഇന്നലെ ഒരാളെ തുണി അഴിച്ച് മുസ്ലിമാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അവനെ കൊന്നിട്ടുള്ള ഒരു വാർത്ത നമ്മൾ കണ്ടു. എത്ര പേര് കണ്ടു എന്നറിയില്ല. ഞാൻ ആ ആളുടെ അവസാന മരിക്കുന്നതിന് മുമ്പ് ഹോസ്പിറ്റലിൽ നിന്നുള്ളൊരു മൊഴിയുണ്ട്, അയാൾ മരണമൊഴി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ക്ലിപ്പ് ഇവിടെ വെച്ചുതരാം. काफी रात हुआ तो हमको कहा किया कि पाइप खोल के, उसके बाद देखा कि मियाँ जी है, मेरे पाइप को खोल के पेट्रोल डाल दिया और छिपा करके उसके बाद मारता था। और उसके बाद खाल उजड़ जाता था गर्म से, ये समझे, खाल उजड़ जाता था। और उसके बाद एक लड़का का किया कि पिलास से मेरा कान को कतर दिया, पिलास से मेरा उंगली को कतर दिया. അപ്പോൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇപ്പം ഇത് ചെയ്തത് ഒരു സംഘപരിവാറാണെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ ഒരുപാട് ഇപ്പം ബീഫിന്റെ പേരിൽ മുസ്ലിങ്ങളെ കൊല്ലുന്നതും ബുൾഡോസർ വെച്ച് മുസ്ലിങ്ങളെ വീടുകൾ തറക്കുന്നതും ജയശ്രീരാം വിളിച്ചിട്ടില്ലെങ്കിൽ മുസ്ലിങ്ങളെ കൊല്ലുന്നതുമായിട്ടുള്ള വാർത്തകൾ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. നമ്മളും വീഡിയോ ചെയ്യാറുണ്ട്. ഇതൊക്കെ ചെയ്യുന്ന സമയത്തെ നമ്മൾ ഈ പരിവാണങ്ങളെ പറ്റി ഇങ്ങനെ സംസാരിക്കുമ്പം മറ്റ് ഹിന്ദുക്കൾ, നല്ലവരായിട്ടുള്ള ഹിന്ദുക്കൾ എന്ന് പറയും ഞങ്ങൾ ഇവർ ഹിന്ദുക്കളെ കൂട്ടത്ത് കൂട്ടിയിട്ടില്ല, അവർ ധർമ്മത്തിന്റെ പേരിൽ കൊന്നു എന്നും പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞ് കൊല്ലാകൊല ചെയ്യുന്ന സമയത്ത് നല്ലവരായിട്ടുള്ള ഹിന്ദുക്കൾ പറയും ഇങ്ങനെ ഒരു ധർമ്മം ഇല്ലാന്ന്. അത് തന്നെയാണ് ഈ മുസ്ലിങ്ങളും പറയുന്നത്. ഇസ്ലാമിൽ എവിടെയും പറഞ്ഞിട്ടില്ല ഇസ്ലാം രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി അവിടെയുള്ള സകല ആൾക്കാരും കൊന്നു തീർക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ചില കോണ്ടസ്റ്റുകളിൽ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞത് വെച്ചിട്ടാണ് നമ്മുടെ നാട്ടിലെ ഈ എച്ചിൽ മുസ്ലിങ്ങളൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫണ്ട് കിട്ടാനും അവരുടെ ജീവിതം സുഖപ്പെടുത്താനും കണ്ട പോലെ പെണ്ണ് പിടിക്കാനും വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് പറഞ്ഞു വരുത്തുന്ന ചില കഥകൾ മാത്രമാണത്. അല്ലാണ്ട് ഇതേ നല്ല ഹിന്ദുക്കൾ പറഞ്ഞ പോലെ തന്നെ സംഘികൾ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ മുസ്ലിങ്ങളും ഈ തീവ്രവാദികൾ, റാഡിക്കൽ ഇസ്ലാം എന്നും പറഞ്ഞിട്ടുള്ള തീവ്രവാദികൾ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതല്ല എന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് ഇപ്പം നമ്മുടെ കളമശ്ശേരി ബോംബ് പൊട്ടിച്ച യഹോവ സാക്ഷി ഈ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽപ്പെട്ടതല്ല എന്നേ കാസ പറയുള്ളൂ. അല്ലെങ്കിൽ നല്ലവരായിട്ടുള്ള ക്രിസ്ത്യാനികൾ എന്ത് പറയും? അവർ ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ടതല്ല എന്ന് പറയും. കാരണം അവൻ തീവ്രവാദിയാണ്, അവന്റെ തീവ്രവാദം ഉള്ളിലുണ്ട്. ആ ക്രിസ്ത്യൻ തീവ്രവാദമാണ്, അതിനാണ് കാസ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാസ ഒരു സൈഡിൽ നിന്ന് ക്രിസ്ത്യൻ തീവ്രവാദം വളർത്തുമ്പോൾ, അല്ലെങ്കിൽ അത് സംഘപരിവാറിന്റെ കൂടെ കൂടിയിട്ട് ഒരു കംപ്ലീറ്റ് തീവ്രവാദം നടത്തുമ്പോൾ ഇപ്പുറത്ത് ഇങ്ങനത്തെ ചില മുസ്ലിം തീവ്രവാദികൾ ഇവിടെ ഇങ്ങനത്തെ തീവ്രവാദം നടത്തും. ഇതിലൊന്നും പെടാത്ത ക്രിസ്ത്യനും മുസ്ലിമും ഹിന്ദു ഒക്കെ ഉണ്ട്. ആരും ഈ കൊന്ന അല്ലെങ്കിൽ ഈ രക്ഷിച്ച അഹമ്മദ് ഒരു മനുഷ്യനാണ്, അയാൾ മനുഷ്യത്വം കാണിച്ചു എന്ന് പറയുന്നില്ല. അയാൾ മുസ്ലിമാണ്, അല്ലെങ്കിൽ അയാൾ ക്രിസ്ത്യനാണ്, അയാൾ അതാണ് ഇതാണ് എന്നും പറഞ്ഞിട്ടാണ് നടക്കുന്നത്. ആരും ഇയാൾ മനുഷ്യനാണോ എന്നല്ല ചോദിക്കുന്നത്, ഇയാൾ ഏത് മതമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ പേടി എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ്. മുസ്ലിങ്ങൾക്ക് അതൊരു മുസ്ലിമാണ്, ഞങ്ങളെല്ലാവരും അങ്ങനെയല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ
വളരെ ചെറിയൊരു 1% ആളുകൾ ഈ പറഞ്ഞ റാഡിക്കൽ ഇസ്ലാമും കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും സമാധാനവും സന്തോഷത്തോടും കൂടി ലോകത്ത് ജീവിക്കുന്നവരാണ്. അത് ചില അറബ് കൺട്രി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ സിറിയ അങ്ങനത്തെ സ്ഥലങ്ങളിൽ എന്താ നടക്കുന്നത്, അവിടെ ഏത് രീതിയിലാണ് പാശ്ചാത്യ ശക്തികൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ അറബ് കൺട്രീസും, ദുബായ് എടുത്തോ, സൗദി എടുത്തോ, നിങ്ങൾ ഖത്തർ എടുത്തോ, കുവൈറ്റ് എടുത്തോ, എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും ഒക്കെ സമാധാനപരമായിട്ട് തന്നെ ജീവിക്കുന്നത്. കാരണം മുസ്ലിങ്ങൾ തീവ്രവാദികളാണെങ്കിൽ അവിടെ നിന്ന് ഒരു ക്രിസ്ത്യനും ഹിന്ദു ഉണ്ടാവേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് അത് മുമ്പ് നിർത്തിയിട്ടാണ് ഈ മുസ്ലിങ്ങൾ തപ്പിക്കൊണ്ട് നടക്കുന്നത്. ഇവൻ എങ്ങനെയെങ്കിലും ക്രിസ്ത്യനാക്കാൻ വേണ്ടി കാസനെ പോലത്തെ പല ആൾക്കാരും കഷ്ടപ്പെടുന്നുണ്ട്. അതായത് തീവ്ര വലതുപക്ഷ ആളുകളും നമ്മുടെ നാട്ടിലെ സംഘപരിവാണത്തിൽപ്പെട്ട സകല ഹാൻഡിലുകളും പിന്നെ കാസനെ പോലത്തെ തീവ്രത ഉള്ളിൽ കൊണ്ട് നടക്കുന്ന മറ്റ് ക്രിസ്ത്യാനികളും ക്രിസംഗികളും നടത്തുന്നുണ്ട്. കാസന്റെ പോസ്റ്റാണ് ഇന്നലെ. ഓസ്ട്രേലിയൻ ജൂത സമൂഹത്തിന് നേരെ നടന്ന ഇസ്ലാമിക ഭീകരാക്രമണത്തിൽ അനേകം ജീവൻ രക്ഷിച്ച ഹീറോ ആയ കച്ചവടക്കാരൻ അഹമ്മദ് ലബനീസ് മാരനൈറ്റ് ക്രിസ്ത്യനാണെന്ന്. അതാണ്, എങ്ങനെയെങ്കിലും ക്രിസ്ത്യൻ ആക്കി കഴിഞ്ഞാലേ കാസക്ക് മുഖം രക്ഷിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ കാസ ക്രിസ്ത്യാനികളെ രക്ഷിച്ചു അല്ലെങ്കിൽ ഈ ജൂതന്മാരെ എന്നുള്ള രീതിയിലോട്ട് കൊണ്ടുവരണമെങ്കിൽ കാസക്ക് അത് ചെയ്തേ പറ്റൂ. കാസ കാരണം ഇവരുടെ ഫണ്ട് മേടിച്ചിട്ടാണ് ജീവിക്കുന്നത്. കാസ ഈ പറഞ്ഞ ആളുകളുടെ കയ്യിൽ നിന്ന് ഫണ്ട് മേടിച്ചിട്ട് തന്നെ ജീവിക്കുന്നത്. കെവിൻ പീറ്റേഴ്സിനെ പോലത്തെ നല്ല പരമ എന്താ പറയുക തീവ്രവാദി കള്ളന്മാർ, ക്രിസ്ത്യൻ തീവ്രവാദികൾ ഇങ്ങനെ തന്നെ ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ പോസ്റ്റുകൾ ഇട്ടേ പറ്റുള്ളൂ. ഇനി യഥാർത്ഥത്തിൽ ഇയാൾ മുസ്ലിം ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓൾറെഡി നിങ്ങൾക്ക് ഗൂഗിളിൽ എവിടെ സെർച്ച് ചെയ്താലും മനസ്സിലാവും ഇയാളൊരു മാരിനേറ്റ് ക്രിസ്ത്യൻ അല്ല, ഇയാളൊരു മുസ്ലിമാണ് എന്നുള്ളതും. ഇയാൾ ലബനീസ് അല്ല, ഇയാൾ ലബനിയെന്ന് കുടിയേറി പാർത്തതാണെന്ന് പറഞ്ഞിട്ട് കുറേ പേര് വന്നിട്ടുണ്ട്. ഇയാളൊരു സിറിയനാണെന്നുള്ളതും. ഇയാൾ 2005, 2006 സമയത്ത് ഓസ്ട്രേലിയ വന്നു. 2022 സമയത്ത് ഇയാൾക്ക് അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടി. ഇയാൾ പഴക്കച്ചവടക്കാരനാണെന്നും പറഞ്ഞ് പലരും വന്നിട്ട്. പഴക്കച്ചവടം എന്നുള്ളതല്ല, അയാൾ അവിടെ ഒരു ടൊബാക്കോ സ്റ്റോറും അങ്ങനത്തെ കുറേ ഒരു സ്റ്റോർ നടത്തുന്ന ഒരാളാണ്. പഴക്കച്ചവടം അല്ലെങ്കിൽ ഫ്രൂട്ട് ഷോപ്പ് എന്നുള്ളതൊക്കെ ആദ്യം വന്ന തെറ്റായിട്ടുള്ള കുറേ കഥകളാണ്, സത്യം അതൊന്നുമല്ല. ഇയാളുടെ തന്നെ ഉമ്മ, അതെ ഉപ്പ അങ്ങനെ തന്നെ പറയാം, ഇയാളുടെ ഫാദറും മദറും ഉമ്മയും ഉപ്പയും ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇന്നലെ കുറേ മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും മുസ്ലിമാണ് ഹിന്ദു ആണെന്നല്ല അവർ പറയുന്നുണ്ട്. നിങ്ങൾ കേട്ട് നോക്കും. Calling his son a hero, he said Ahmed believes he was guided by faith, thankful he could save innocent people from what he called criminals and murderers. اللي حصل تغدى وطلع من البيت. هذا الشاب صديقه كان قال له روح لنطلع على شو اسم المكان، انا ما بعرف السل بوندي شو اسم المكان، بانداي مزبوط بانداي. قال له روح لنشرب فنجان قهوه. وصلوا هونيك تفاجئوا بالمسلحين عم يطلقوا نار والارهابيين. يعني كانوا حياتهم معرضه للخطر. لاحظ هيك واحد معه سلاح على مسافه منه متخبي ورا الشجره. ابني بطل يعني، خادم كان بالشرطه بالامن المركزي وعنده اندفاع يعني وعنده حب الدفاع عن الناس. لما شاف الناس بالارض ملقحه والدم والدماء والبشر مباشره ضميره ووجدانه دفعوا انه ينقض على احد الارهابيين، خلصوا سلاح تبعه ولاز بالفرار هذاك. بنفس اللحظه صديقه كان واقف على الجسر، ما بعرف وين المكان حسب الصور اللي طالعه. يبدو قناصه معه، ما بعرف، حاول يقتله، ضربه كتفه. كيف بالشكل؟ انا الي الفخر والاعتزاز بابني لانه بطل على مستوى استراليا، ولم تبقى وكاله اخبار بالعالم الا نشرت خبره وبطولته وعمله. لحد الرئيس ترامب بالذات شكروا على العمل. رئيس الوزراء الاسترالي كتب انه رجل شجاع بطل، نتمنى له الشفاء العاجل، وانسان ضحى بحياته وبنفسه من اجل انقاذ ارواح بريئه كانت موجوده بالمكان. وايه بيحكي لكم ايه؟ هو بطل، هو يقول الحمد لله انا انقذت الناس، انقذت ارواح بريئه من هالمجرمين هالقتله. يعني معنوياته عاليه الحمد لله. الحمد لله. لما انطلق هو بهالعمل هذا ما كان مفكر مين ما كان الانسان اللي عم يموت بالشارع، ما كان مميز بين جنسي وجنسي، خاصة هون بإسرائيل لا يوجد تمييز بين أي مواطن معه الجنسية الإسرائيلية والحمد لله دافع عن الناس. അതെ, ഈ രണ്ടുപേരും മുസ്ലിങ്ങൾ തന്നെയാണ്. മാരിനേറ്റ് ക്രിസ്ത്യനും കാര്യങ്ങളൊന്നുമല്ല. വെറുതെ നമ്മുടെ നാട്ടിലെ, നമ്മുടെ പ്രത്യേകിച്ച് മലയാള സമൂഹത്തിലെ ആൾക്കാർ സംഘപരിവാരും അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രിസംഗി തീട്ടങ്ങളും എല്ലാവരും കൂടെ കഷ്ടപ്പെട്ട് ക്രിസ്ത്യാനിയാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെയൊന്നും ആവില്ല. കാരണം ഇന്റർനാഷണൽ മീഡിയാസ് ഉണ്ട്. നിങ്ങളെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും കാസ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും അല്ലെങ്കിൽ സംഘപരിവാർ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും അത് മാത്രം കണ്ട് അതിനനുസരിച്ച് കമന്റ് ഇടുന്ന കുറെ സംഘി തീട്ടങ്ങൾ മാത്രമല്ല നമ്മുടെ രാജ്യത്ത് നാട്ടിലുള്ളത്. നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ ഉണ്ട്. അവർ വേൾഡ് ന്യൂസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇത് ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ മുസ്ലിം ആണോ അപ്പം കറക്റ്റ് മനസ്സിലാവും. അപ്പം മനുഷ്യൻ എന്ന മനുഷ്യത്വം എന്നുള്ളതല്ല, ഇവിടെ എങ്ങനെയെങ്കിലും മതം കുത്തിക്കയറ്റണം എന്നുള്ളത് മാത്രമാണ്. കൊന്നത് കറക്റ്റാണ്, ഇസ്ലാം തീവ്രവാദികൾ തന്നെയാണ് കൊന്നത്. അതിലൊരു സംശയവും ആർക്കുമില്ല. അത് തന്നെയാണ് നമ്മുടെ പെഹൽഗാമിലും എവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത്. അതേ സ്ഥാനത്ത് തന്നെ
തിരിച്ച് അതിന് രക്ഷിക്കാനും, അല്ലെങ്കിൽ നമ്മുടെ പെഹൽഗാം അറ്റാക്കിൽ നമ്മൾ കണ്ടിരുന്നു അല്ലേ, അവിടെ ഒരുത്തനെ കൊന്നു, ഒരു മുസ്ലിം ആയിരുന്നു, അവനായിരുന്നു അവിടെയുള്ള ആളുകളെ രക്ഷിക്കാൻ നോക്കി, അവരെ തോക്ക് പിടിച്ച് വാങ്ങാൻ നോക്കിയ മുസ്തഫ എന്നിട്ടല്ല അവൻ്റെ പേര്, സയ്യിദ് മുസ്തഫ എന്നാണ് എൻ്റെ ഓർമ്മയിൽ. അവനെയും കൊന്നിട്ടുണ്ട്. ഈ തീവ്രവാദികൾക്ക് മതമില്ല എന്നുള്ളത് ആദ്യം ആലോചിക്കണം. അതിപ്പം ക്രിസംഗി തീവ്രവാദികളാണെങ്കിലും മുസ്ലിം തീവ്രവാദികളാണെങ്കിലും ഹിന്ദു സംഘപരിവാർ തീവ്രവാദികളാണെങ്കിലും അവർക്ക് മതമില്ല എന്നുള്ളതാണ് സത്യം. അവർ അമ്പലത്തിന്റെ പേരിൽ ബാബരി പൊളിച്ചിട്ട് അവിടെ ശ്രീരാമനെ കൊണ്ട് പ്രതിഷ്ഠിച്ച അതേ ആളുകൾ തന്നെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ 1400 വർഷം പഴക്കമുള്ള ഹനുമാന്റെ ടെമ്പിൾ പൊളിച്ചു. അവിടെ RSSന്റെ പാർക്കിംഗ് ഏരിയ ആക്കി നമ്മൾ കണ്ടു. മനസ്സിലായില്ല, അവർക്ക് മതമില്ല, അവർക്ക് മതം ഒരു പ്രശ്നമേ അല്ല. അവർക്ക് ആളുകളെ ധ്രുവീകരിച്ച് നിർത്തി, അവർക്ക് പവർ വേണം, പൈസ വേണം, അതിനുവേണ്ടി അവരെന്തും ചെയ്യും. അതുമാത്രമാണ് കാണുന്നത്. അതുതന്നെ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിലെ എച്ചിലികൾ 24 hours പണിയെടുക്കുന്നത്. അതുപോലെ തന്നെ ഈ കാസനെ പോലത്തെ ക്രിസംഗി കൂട്ടരും പൈസക്കും പദവിക്കും 4 ആൾ കാണാനും വേണ്ടിയിട്ട് തന്നെയാണ് ഈ പറഞ്ഞ സകല പണികളും എടുക്കുന്നത്. അല്ലാണ്ട് മതത്തിനോട് ഇഷ്ടം മൂത്തിട്ടൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഈ യഹോവസാക്ഷികളിലെ മാർട്ടിൻ അന്ന് 8 പേരെ കൊന്ന്, 8 പേരെ കേട്ടോ, ചെറിയ ആളുകളൊന്നുമില്ല, 8 പേരെ കൊന്ന് കഴിഞ്ഞിട്ട് അവൻ്റെ കേസ് ഇപ്പോഴൊന്നും ആവാണ്ട് അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കേസ് എവിടെ എത്താത്ത രീതിയിലോട്ട് അതങ്ങ് മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം ഇവന്മാരൊക്കെ മതത്തിന്റെ പേരിലല്ല, അവർക്ക് മതമല്ല, ഇവർക്ക് ആളുകളെ കൊല്ലണം, ആ പേരിൽ ഇവർക്ക് ഫെയിം വേണം, പൈസ വേണം, അവർക്ക് ജീവിക്കണം എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ട് മാത്രമാണ്. അതാണ് ഈ കാര്യത്തിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഒന്നിലും പെടാത്ത മുസ്ലിങ്ങളെയും ഒന്നിലും പെടാത്ത ഹിന്ദുവിനെയും ഒന്നിലും പെടാത്ത ക്രിസ്ത്യാനിനെയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു ചെറിയൊരു വിഭാഗത്തിൽപ്പെട്ട ഈ തീവ്രവാദികൾ, അവർക്ക് മതമല്ല അവരുടെ പ്രശ്നം എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ സാധാരണ നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും.